ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ അമേരിക്കൻ വിപ്ലവം നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവമാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്രഞ്ച് വിപ്ലവം. അമേരിക്കൻ വിപ്ലവം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് നമുക്ക് നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ രാജവംശം ഏതായിരുന്നു? ബുർബൻ രാജവംശം. ഫ്രാൻസിലെ രാജവംശമാണ് ബുർബൻ രാജവംശം. ഫ്രാൻസിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? ലൂയിമാർ എന്നാണ്. ഫ്രാൻസിലെ രാജാക്കന്മാർ ലൂയിമാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ ഫ്രാൻസിലെ ഫ്രഞ്ച് പ്രധാനപ്പെട്ട ഫ്രഞ്ച് ചിന്തകരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. പ്രധാനപ്പെട്ട ഫ്രഞ്ച് ചിന്തകരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. അതുപോലെ തന്നെ നമ്മൾ SCERTയിൽ ഫ്രാൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഓരോ രാജാക്കന്മാരുടെ. അതുപോലെ തന്നെ ലൂയി 14 കോട്ടാണ് ഞാനാണ് രാഷ്ട്രം. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. അതുപോലെ തന്നെ മേരി അന്റോയിനറ്റിൻ്റെ കോട്ടാണ് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലൂയി 14 കോട്ടാണ് ഞാനാണ് രാഷ്ട്രം. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. മേരി അന്റോയിനറ്റിൻ്റെയാണ് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ. ലൂയി 14, 15, അത് കഴിഞ്ഞിട്ട് മേരി അന്റോയിനറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രാൻസിലെ അന്നത്തെ അവസ്ഥയായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു ഭരണം നടത്തിയിരുന്നതെന്ന്. ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് കൊണ്ടാണ് മരിച്ചത്. അപ്പം അന്നത്തെ ഒരു അവസ്ഥ പറയുന്നതാണിത്. അതാണ് ഭരണാധികാരികൾ ധൂർത്തന്മാരായി നടന്നെങ്കിലും സാധാരണക്കാരുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിൽ 9 പേര് പട്ടിണി കൊണ്ട് മരിക്കുമ്പം ഒരാൾ എന്തുകൊണ്ടാണ് ദഹനക്കേട് കൊണ്ട് ആണ് മരിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ആ തട്ടുകളെയാണ് നമ്മൾ എസ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായാണ് തിരിച്ചിരുന്നത്. അതാണ് എസ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികൾക്ക് സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമാക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ അവർക്ക് സമ്പത്തും സൈന്യവും നൽകിയതുകൊണ്ടാണ് സാമ്പത്തിക സ്ഥിതി രൂക്ഷമാക്കാൻ കാരണം. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സഹായം നൽകാൻ കാരണം എന്താണ്? ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് നല്ല രീതിയിലായിരുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവർ സമ്പത്തും സൈന്യമൊക്കെ നൽകാൻ തീരുമാനിച്ചത്. അത് അവർക്ക് തന്നെ എന്തുണ്ടാക്കി? അവരുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. നേരത്തെ പറഞ്ഞിരുന്നു ഫ്രാൻസിനെ ഓരോരോ എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചത്? 3 എസ്റ്റേറ്റായിട്ടാണ് ഫ്രാൻസിനെ തിരിച്ചിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടതാണ് പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും 3ാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാരും. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു ആര്? പുരോഹിതന്മാർ. കർഷകരിൽ നിന്നും തിതെ എന്ന പേരുള്ള നികുതി പിരിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. തിതെ എന്ന പേരുള്ള നികുതി പിരിച്ചത് ആരാണ്? പുരോഹിതന്മാരാണ്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പുരോഹിതന്മാർ? അവർ കർഷകരിൽ നിന്നും തിതെ എന്ന പേരുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് പ്രഭുക്കന്മാർ.
പ്രഭുക്കന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് നികുതി പിരിച്ചും വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. കർഷകരിൽ നിന്ന് അവരെന്ത് നികുതി പിരിച്ചു. അതുപോലെ തന്നെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ ആരാ വഹിച്ചിരുന്നത്? പ്രഭുക്കന്മാരായിരുന്നു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ആഡംബര ജീവിതമായിരുന്നു ആര് നയിച്ചിരുന്നത്? പ്രഭുക്കന്മാർ നയിച്ചിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി സൈനിക സേവനവും നടത്തിയിരുന്നു. പിന്നെ വിശാലമായ ഭൂപ്രദേശവും അവർ പ്രഭുക്കന്മാർ കൈവശം വെച്ചിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, കൈത്തൊഴിലാളികൾ, കർഷകരെല്ലാം. മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ടവരാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർ, കൈത്തൊഴിലാളികൾ, കർഷകർ. ഭരണത്തിൽ അവർക്ക് ഒരവകാശവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർ സർക്കാരിന് തൈലെ എന്ന് പേരിലുള്ള ഭൂനികുതി നൽകണം. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇവർ സാധാരണക്കാർ നൽകിയ ഭൂനികുതിയാണ്, സർക്കാരിന് നൽകേണ്ട നികുതിയാണ് തൈലെ. അതുപോലെ തന്നെ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. കർഷകർക്കും കൈത്തൊഴിലാളിക്കാർക്കും സാധാരണക്കാർക്കൊക്കെ എങ്ങനെയായിരുന്നു? ഭരണത്തിൽ ഒരവകാശവുമില്ല. അതുപോലെ തന്നെ സർക്കാരിന് ഭൂനികുതി അടയ്ക്കണം. അതുപോലെ തന്നെ ഒരു താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു. പിന്നെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു. ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി 1789 ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം ഓരോ എസ്റ്റേറ്റുകളിൽ നിന്ന് നികുതി പിന്നെയും ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി പിന്നെയും സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ എസ്റ്റേറ്റുകളുടെ പ്രതിനിധികളുടെ സഭയെയാണ് സ്റ്റേറ്റ് ജനറൽ എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മേൽ പിന്നെയും പുതിയ നികുതി ചുമത്തുന്നതിനായിട്ട് ലൂയി 16 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നായിരുന്നു ആദ്യത്തെ 2 എസ്റ്റേറ്റുകളുടെയും വാദം. അവിടെ വോട്ടെടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് ആണ്. 3 എസ്റ്റേറ്റുകളാണുള്ളത്. അപ്പോൾ 3 എസ്റ്റേറ്റിനും ഓരോരോ വോട്ട് വീതം. അങ്ങനെ ഒരു വോട്ട് ഏർപ്പെടുത്താൻ കാരണം എന്താണ്? പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒരു ഗ്രൂപ്പാണ്. അപ്പം സാധാരണക്കാർ, മൂന്നാമത്തെ എസ്റ്റേറ്റുകാരും ഒറ്റയ്ക്കും. അപ്പോൾ രാജാക്കന്മാർ പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും സപ്പോർട്ട് ചെയ്യുന്നതോടെ ആ നിയമം നടപ്പിലാക്കുകയും അപ്പോൾ സാധാരണക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ നടക്കുകയില്ല. അതുകൊണ്ട് രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇഷ്ടം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നായിരുന്നു. പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം എന്താണ്? ഓരോ എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നായിരുന്നു. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഓരോ എസ്റ്റേറ്റുകൾക്കും ഓരോ വോട്ട് എന്നാണെങ്കിൽ സാധാരണക്കാർക്ക് എങ്ങനെയാണ് വേണ്ടത്? അവർക്ക് ഓരോ അംഗത്തിനും ഓരോ വോട്ട് എന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് അംഗസംഖ്യയിൽ കൂടുതൽ പേരുള്ളൂ. അങ്ങനെ പ്രഭുക്കന്മാരെക്കാട്ടും പുരോഹിതന്മാരെക്കാട്ടും കൂടുതൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ഓരോ അംഗത്തിനും ഓരോ വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ്? ഓരോ നിയമങ്ങളും നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ ഈ ആവശ്യം രാജാവ് അംഗീകരിക്കാത്ത പക്ഷം ഇവർ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ സ്വയം ഒരു ദേശീയ അസംബ്ലിയായിട്ട് പ്രഖ്യാപിച്ചു. ദേശീയ അസംബ്ലിയായിട്ട് ആര് പ്രഖ്യാപിച്ചു? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പ്രഖ്യാപിച്ചു. അങ്ങനെ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചെയ്തു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് 1789 ജൂൺ 20. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് വെച്ചാൽ ഫ്രാൻസിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ അവരൊരു ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ചു കൊണ്ടിട്ടുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ.
1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രാൻസിന് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ല എന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രാൻസിന് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ല എന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഡേറ്റ് എന്നാണ്? 1789 ജൂൺ 20. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബുർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കി. ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്നാണ്? 1789 ജൂലൈ 14 ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കിയത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ബാസ്റ്റിൽ ജയിൽ തകർച്ച. അതെന്നാണ്? 1789 ജൂലൈ 14. ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1920 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ചിരുന്നു. അതെന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1920 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1799 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1709 ഒക്ടോബറിൽ എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1792 സെപ്റ്റംബറിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞേൻ്റെയും അതേപോലെ തന്നെ ബാസ്റ്റിൽ കോട്ട തകർത്തതിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഫ്രാൻസിനെ ഒരു ഫ്രാൻസിനെ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ ഡേറ്റും പഠിക്കണം. അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് ചിന്തകനാണ് വോൾട്ടയർ. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. അതേപോലെ തന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഇത് എപ്പോഴും തരുന്നൊരു കോട്ടാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇതാരുടെ പ്രസ്താവനയാണ്? റൂസോൻ്റെയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റൂസോ ആണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോ ആണ്. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയെങ്കിലും 1793 മുതൽ ഫ്രാൻസിൽ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ ഒരു കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്ന് അറിയപ്പെട്ടിരുന്നത്. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. അതേപോലെ തന്നെ ലൂയി 16 ഭാര്യയും മേരി ആൻ്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടു നിന്നിരുന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെട്ടിരുന്നു. അപ്പം ഭീകരവാഴ്ച ആരുടെ കാലത്തായിരുന്നു? റോബസ്പിയറിൻ്റെ കാലത്തായിരുന്നു. ഈ കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെട്ടിരുന്നത്. 1793 മുതൽ 1794 വരെയാണ്
ഭീകരവാഴ്ച കാലഘട്ടമെന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ദേശീയതയുടെ ആവിർഭവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയത്തിൻ്റെ പ്രചരണം ആരാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയത്തിൻ്റെ പ്രചരണം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം എന്ത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്കിതൊന്നും കൂടെ നോക്കാം. നമുക്കിത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വേണമെങ്കിൽ ചോദിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ സ്വാധീനമല്ലാത്തത്. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ദേശീയതയുടെ ആവിർഭവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന് പ്രചരണം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞ അഭിപ്രായമാണിത്. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിലാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ആരാണ്? മെറ്റേണിക്കാണ്. ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക്കാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യ എങ്ങനെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കി. എങ്ങനെ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കിയത്. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പം ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായതാരാണ്? ടിപ്പു സുൽത്താനാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്തത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കും. അതുപോലെ തന്നെ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതും അതുപോലെ തന്നെ ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആരാണ്? ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഇത്രയും 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടെ ഗ്രന്ഥമാണ്? റൂസോയുടെയാണ്. അത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോയുടെ കൃതി ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതിലൊരു കോട്ടാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. അടുത്ത് പറയുന്നത് നെപ്പോളിയൻ. അതിനുശേഷം നെപ്പോളിയൻ്റെ ഭരണം വന്നു. നെപ്പോളിയൻ എന്ന് പറഞ്ഞൊരു ഏകാധിപതിയായിരുന്നു. എന്നാലും അദ്ദേഹം നല്ല രീതിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അതുപോലെ തന്നെ പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിലുള്ള ഒരു പ്രത്യേകം ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പം നെപ്പോളിയൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി.
പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്നു പേരുള്ള ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. ദി സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോവിൻ്റെ ഗ്രന്ഥമാണ്. സോഷ്യൽ കോൺട്രാക്റ്റിലാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിലാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഭാഗമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ. 1815 നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. അതിലാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്. അതുതന്നെ കോർസിക് ദ്വീപിലാണ് ആര് ജനിച്ചത്? നെപ്പോളിയൻ ജനിച്ചത്. അതുപോലെ തന്നെ സെൻറ്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി. അത് കഴിഞ്ഞ് 1821 മരണം സംഭവിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെ തകർക്കാൻ നെപ്പോളിയൻ നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധമായിരുന്നു കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഇംഗ്ലണ്ടിനെ തകർക്കാൻ നെപ്പോളിയൻ തയ്യാറാക്കിയ സാമ്പത്തിക ഉപരോധമായിരുന്നു കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും നെപ്പോളിയനാണ്. വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ ആണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വോൾട്ടെയർ ആണ്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടക്കും എന്നത് ഏത് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്ഥാനങ്ങളിലൊന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടക്കും എന്നത് ഏത് വിപ്ലവത്തെ സ്വാധീനിക്കുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ്? അത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ്? മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. അപ്പം ഏതൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്. ഇത്രയും എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ തന്നെ രാജവംശമാണ് ബുർബൻ രാജാക്കന്മാർ ലൂയിമാർ എന്നും അറിയപ്പെട്ടിരുന്നു. ഫ്രഞ്ച് ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടെയർ, മോണ്ടസ്ക്യൂ. ഈ കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം ലൂയി 15 റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നോടെ മേരി ആൻ്റോണിയറ്റുമാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഫ്രാൻസിൻ്റെ അവസ്ഥയാണ്. പിന്നെ ഫ്രാൻസ് 3 എസ്റ്റേറ്റുകളായിട്ടാണ് 3 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഈ തട്ടുകൾ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിതൈ. അതുപോലെ തന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റാണ് സാധാരണക്കാർ, കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, കൈത്തൊഴിലാളികൾ, കർഷകർ. ഇവരിൽ നിന്ന് പിരിച്ചതാണ് തൈലേ എന്നു പേരിലുള്ള ഭൂനികുതിയാണ്. അതേപോലെ തന്നെ ദേശീയ അസംബ്ലിയായിട്ട് ഫ്രാൻസ് പ്രഖ്യാപിച്ചു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു? 1789 ജൂൺ 20 1789 ജൂലൈ 14 എന്ത്
ബാസ്റ്റിൽ ജയിൽ തകർത്തത്. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കിയത്. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1920 ആഗസ്റ്റ് 12-നാണ്. അത് കഴിഞ്ഞിട്ട് വോൾട്ടയർ, റൂസോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ്, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. അത് കഴിഞ്ഞിട്ട് ഭീകരവാഴ്ച ആരുടെ കാലത്താണ്? റോബസ്പിയറിൻ്റെ കാലത്താണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഫ്രഞ്ച് വിപ്ലവം എന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഏത് വിപ്ലവത്തിൻ്റെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിലാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റോണിക് ആണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തത് ആരാണ്? ടിപ്പു ആണ്. പൗരനായ ടിപ്പു എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നെപ്പോളിയൻ എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയായിരുന്നു. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച ആരാണ്? നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റൂസോ ആണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശുവാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് നെപ്പോളിയൻ സ്ഥാപിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റൂസോ ആണ്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഏത് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ഒന്നാണ് ഈ കോട്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഏതൊക്കെയാണ്? മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്.